ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈസ് ബ്രോട്ട് ടു യു ബൈ ഫീവർ. കാരണം എനിക്ക് സുഖമില്ല. ഈയിടെയായിട്ട് മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയാണ്, നല്ല തണുപ്പാണ്. എനിക്കാണെങ്കിൽ ഈ തണുപ്പ് അധികം അടിക്കുമ്പോൾ വേഗം തന്നെ തുമ്മൽ വരും. പിന്നെ അത് ജലദോഷമാവും, പിന്നെ തലവേദനയാവും, അതൊരു പനിയായി മാറും. ഇങ്ങനെയാണ് ആ ഒരു സൈക്കിൾ. പനി എന്ന് പറയാൻ മാത്രമില്ല, പക്ഷേ ഭയങ്കര ക്ഷീണാണ്. തുമ്മലെന്ന് വെച്ചാൽ ഒന്നും രണ്ടും അല്ല, കുറേ തുമ്മൽ ഒന്നിച്ചാ വരും. അപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ബി പ്രൊഡക്റ്റീവ് ടുഡേ. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം ഞാൻ പ്രൊഡക്റ്റീവ് ആയോന്ന്. അപ്പൊ രാവിലെ എണീറ്റ് ബെഡൊക്കെ നന്നായിട്ട് വിരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ പുതപ്പ് ഞാൻ എടുത്ത് മാറ്റാറുണ്ട്, ബെഡിൽ വെക്കാറില്ല. പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് മേക്കിംഗ് ദ ബെഡ്. സോ ഞാനും അങ്ങനെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് ബ്ലൈൻഡ്സ് ഒക്കെ മാറ്റി വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി ശരിയാക്കി കെട്ടി കൊടുക്കുന്നുണ്ട്. കുറച്ചധികം നാളായി നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ടാണ് പിന്നെ ഷോർട്സ് അപ്ലോഡ് ആക്കാൻ പറ്റാണ്ടായി പോയത്. ഇനി നമുക്ക് ഷോർട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോവാം. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എനിക്ക് സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്കിൻ അത്ര അടിപൊളിയോ അല്ല. പല്ല് തേക്കും, സാധാ വെള്ളം കൊണ്ട് ഫേസ് കഴുകും. ഇപ്പൊ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല. അങ്ങനെയൊക്കെ എന്തായാലും ഒരു സ്കിൻ കെയർ വേണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്നാലും ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യത്തെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, ഞാൻ രാവിലെ എണീച്ച് വെറുതെ ഇങ്ങനെ മുറ്റത്തൂടെ ഒക്കെ ഒന്ന് നടക്കും, വെറുതെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും. ചെടികളൊക്കെ വലുതായിട്ട് നോക്കൂല്ലെങ്കിലും വെറുതെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും. ഒരു രസമാണ്. കുറച്ച് സമയം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളാപ്പവും തേങ്ങാപ്പാലാണ്. ഇന്നത്തെ നല്ല ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇത് തന്നെയാണ് ഇവിടെ. കുറച്ചു കാലം മുന്നേ വരെ പുട്ടായിരുന്നു. ഇപ്പം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി കുറച്ചു കാലം ഇത് തന്നെ. പുറത്തെ കാലാവസ്ഥനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര ഗ്ലൂമിയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പണ്ട് വീഡിയോസ് എടുക്കുമ്പം കാലാവസ്ഥ കുറച്ച് സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു അടിപൊളി മൂഡ് വന്നിട്ട് ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കുമായിരുന്നു. വെറുതെ റൂമിലേക്ക് സൺലൈറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ് ഫീൽ ചെയ്യായിരുന്നു, ഒരു എനർജി കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഗ്ലൂമി ആയതുകൊണ്ട് എൻ്റെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്ത് പോകുന്ന പോലെ ഫീൽ ചെയ്യും. എന്തേലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസമായി ഇതൊന്ന് ശരിയാക്കി ഒതുക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഇപ്പം തന്നെ അങ്ങ് ഓർഗനൈസ് ചെയ്ത് പോവാം. ഇതിലാണെങ്കിൽ കുറേ പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം. കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, എന്തൊക്കെയൊക്കെയോ കൂട്ടി വെക്കും. അതൊക്കെ നോക്കി ഒന്ന് അടുക്കി പെറുക്കി ശരിയാക്കി വെച്ചു. കുറേ പൊടി എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം, നമ്മുടെ യൂട്യൂബിൽ ഒരു ഓഡിയോ ട്രാക്കിന്റെ ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്ന പോലെയല്ല, ഒരു AI ഇംഗ്ലീഷിലൊക്കെ മാറിയിട്ട് നമ്മുടെ ഓഡിയോ ട്രാക്ക് കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കത് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുകയെന്ന് അറിയില്ല. ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അത് ശരിയാവുന്നുമില്ല, അതെന്താണെന്നറിയില്ല. സോ നിങ്ങൾ തന്നെ എപ്പോഴും ചേഞ്ച് ചെയ്യണം. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും അതിന് പിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്താലാണ് അത് ചേഞ്ച് ആവുക എന്ന്. ഷോർട്സിലാണെങ്കിൽ വീഡിയോന്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. അതിൽ ഓഡിയോ ട്രാക്കിൽ മലയാളം എന്നോ അല്ലെങ്കിൽ ഒറിജിനൽ ഓഡിയോന്നോ അങ്ങനെ മാറ്റി കൊടുത്താൽ ആക്ച്വൽ വോയിസ് കിട്ടും. അതുപോലെ ലോങ് വീഡിയോയിലാണെങ്കിൽ ഈ വീഡിയോന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ തന്നെ ഒരു സെറ്റിംഗ്സിന്റെ ചിഹ്നം ഉണ്ടാവും. അതിലും ഇതേ സ്റ്റെപ്പിൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആക്ച്വൽ വോയിസ് കിട്ടും. ആ ഗ്യാപ്പിൽ നമ്മൾ പെന്നും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടേബിൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാൻ മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇനി ടു ഡു ലിസ്റ്റ് എഴുതണം. ടു ഡു ലിസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇന്ന് എന്നല്ല, ഈയിടെയായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവാറില്ല. പക്ഷേങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, അതൊന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇന്നൊന്ന് പുറത്തു പോവാനുണ്ട്, അതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് പുതിയൊരു ശീലാണ്. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ. അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പോയി കുടിക്കാറൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ബോട്ടിലിൽ നിറച്ച് വെച്ചിട്ട് വെള്ളം കുടിച്ചാൽ എന്തായാലും വെള്ളം കുടിക്കും. അതൊക്കെ വിചാരിച്ചിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഹെൽത്ത് ഒക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെള്ളമൊക്കെ നിറച്ച് വെച്ചത്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, ഗ്ലൂമി ക്ലൈമറ്റ് ആണ്. മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ മഴയും പെയ്യുന്നുണ്ട്. പുറത്തു പോകാനുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു കാലാവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ തോന്നൂല. വെറുതെ ഇങ്ങനെ ഇരുന്നാലും എനിക്ക് ഒരു ഡിപ്രസ്ഡ് കൈൻഡ് ഓഫ് വെതർ ആണിത്. മഴ നല്ലതാണ്, ഒരുമിച്ച് ഇങ്ങനെ പെയ്താൽ അതൊരു സുഖമില്ല. നിർത്തി പെയ്യുമ്പം സുഖമാണ്. കുറച്ച് വെയിലൊക്കെ വന്ന് അത് കഴിഞ്ഞൊരു മഴ, അതൊക്കെ നല്ല രസമാണ്. പിന്നെ ഞാൻ പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പുറത്തു പോയ ക്ലിപ്പൊന്നുമില്ല. പുറത്ത് പോയത് ഈ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരാനാണ്. ഇതെങ്ങനെങ്കിലും പെട്ടെന്ന് വീട്ടിലെത്തിക്കാനും വീട്ടിലെത്തി ഓപ്പൺ ചെയ്ത് റൂമിൽ വെക്കാനും ഉള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു കാലാവസ്ഥയിൽ പോയത്. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. പക്ഷെ ഇതെങ്ങനെയെങ്കിലും എനിക്ക് റൂമിൽ എത്തിക്കണം. ഇതെന്താ സംഭവം എന്ന്
പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു സ്റ്റാൻഡിങ് മിറർ ആണ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് മിറർ അല്ലെങ്കിൽ ഫുൾ സൈസ്ഡ് മിറർ വീട്ടിൽ വേണം അല്ലെങ്കിൽ റൂമിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു വീട് പണി നടക്കുന്ന സമയത്ത് ഞാൻ സെലക്ട് ചെയ്ത റൂം ഇതല്ലായിരുന്നു, വേറൊരു റൂമായിരുന്നു. ആ റൂമിൽ ഒരു കോർണറിലായിട്ട് ഇവിടെയാണ് ഞാൻ സ്റ്റാൻഡിങ് മിറർ വെക്കുക എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൗസ് വാമിംഗ് ഒക്കെ ആവുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഈ ഒരു റൂമിലേക്ക് ചാടാം, ഇതിലേക്കാണ് കുറച്ചുകൂടി സൺലൈറ്റ് വരുന്നത്. അങ്ങനെയാണ് ഈ റൂമിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഹൗസ് വാമിങ്ങിന്റെ തിരക്കൊക്കെ ആവുമ്പോഴേക്കും ഇതൊക്കെ പിന്നെ വാങ്ങിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ വിട്ടു. പിന്നെ വാങ്ങിച്ചില്ല. ഇപ്പൊ ഇതാ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് 1 year. അപ്പൊ ഞാനിത് വാങ്ങിച്ചു. ഞാൻ വിചാരിക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു മിറർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഐ കുഡ് എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് ടു യു ഗൈസ്. പിന്നെ എന്റെ ഡ്രീംസിനെ പറ്റി പറയാം, അത് അച്ചീവ് ചെയ്തത് എനിക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. എന്തുകൊണ്ടും ഒരു കറക്റ്റ് സമയത്താണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് ഉണ്ടെങ്കിൽ എപ്പോഴായാലും അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മിറർ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്, പൊടിയൊക്കെ തട്ടിയിട്ട്. ഇപ്പൊ തന്നെ ജലദോഷം തുമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ മുഖത്ത് കാണാൻ പറ്റും. മിററിനെ പറ്റി പറയാനാണെങ്കിൽ ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അറൌണ്ട് 3K ആയിട്ടുണ്ട്. ഓൺലൈനിലാണെങ്കിലും ഏകദേശം ഇതേ ഒരു റേറ്റ് തന്നെയാണ് കണ്ടത്. ഇനി ഞാൻ കുളിക്കാൻ നോക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയാലും തുമ്മലും കാര്യങ്ങളൊക്കെ മാറുമെന്ന് വിചാരിച്ചു. തലേ ദിവസം ആയാലും ഞാൻ സുഖമില്ലായിട്ട് കുളിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു ദിവസം എന്തായാലും കുളിക്കണം. വെളിച്ചെണ്ണ ഇട്ട് അപ്പൊ തന്നെ ഷാമ്പൂ ഇട്ട് കഴുകി. കുറെ സമയമൊന്നും തലയിൽ വെച്ചില്ല. തലയിൽ ചെറുതായിട്ട് വെള്ളം നിൽക്കുമ്പം വേഗം താരൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വേഗം ഡ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രയർ യൂസ് ചെയ്യാന്ന്. അല്ലെങ്കിൽ ഞാൻ സാധാ എയർ ഡ്രൈ ചെയ്യും, അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യും. ഇതിപ്പം തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാറില്ല എയർ ഡ്രൈ ചെയ്യുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഡ്രയർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അധികം ഈ ഡ്രയർ യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈ ചെയ്തതിന് ശേഷം ഹെയർ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ക്ലോ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ ആക്ച്വലി പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസമായി ഞാൻ എടുത്ത് വെച്ചിട്ട്, പക്ഷെ എനിക്ക് എന്തോ വോയിസ് ഓവർ കൊടുക്കാൻ തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പോസ്റ്റ് ചെയ്യാം. കുറേ കാലമായില്ലേ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട്, ഇത് എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനൊരു സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയും ദിവസങ്ങളുണ്ട്, അതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ലൈക്ക് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കമൻസിൽ ഉണ്ടാവാറുണ്ട്, ചേച്ചി എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഒരു ടൈമിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും, പക്ഷെ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നില്ല. ഇങ്ങനത്തെ ദിവസങ്ങളും ഉണ്ട്, ഒന്നും ചെയ്യാത്ത ദിവസങ്ങൾ. പക്ഷെ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ്. എല്ലാ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്, അവരൊക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്തായാലും ഇന്ന് പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ടു ഡു ലിസ്റ്റിൽ എഴുതിയ കാര്യം പുറത്ത് പോയിട്ട് ഇത് കൊണ്ടുവരണം, പിന്നെ കുറച്ച് വെള്ളം കുടിക്കണം, നന്നായിട്ട് കുളിക്കണം, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പുറത്താണെങ്കിൽ ഒരു സമയത്ത് നല്ല കാറ്റ്, പിന്നെ ഭയങ്കര മഴ, നല്ല തണുപ്പ്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടെന്ന് വിചാരിച്ചെങ്കിലും വലിയൊരു സുഖമൊന്നും കിട്ടിയില്ല. ജലദോഷം, തുമ്മല്, മൂക്ക് ഭയങ്കരമായിട്ട് ചൊറിയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇനി പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലും അല്ല. അപ്പം ഞാൻ ടൈഗർ ബാമൊക്കെ ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് കിടക്കാൻ നോക്കുകയാണ്. ഒരു ഉറങ്ങാൻ പറ്റുമെങ്കിലും ഉറങ്ങാം. എന്തായാലും കിടക്കാന്ന് വിചാരിച്ച് കിടക്കുകയാണ്. ഒരു ഉറക്ക് ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ വരെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റു. ചായ മീൻസ് ചായ അല്ല, ബൂസ്റ്റ് ആണ് കുടിച്ചത്. പിന്നെ എത്രയൊക്കെ തണുപ്പാണെങ്കിലും ഞാൻ ഫാൻ ഇട്ടിട്ടേ കിടക്കുള്ളൂ. ചായ കുടിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല, റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. വീഡിയോ എടുക്കാൻ തന്നെ എന്നോട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്ലോ കൈൻഡ് ഓഫ് ഡേ ആയിരുന്നു. നോട്ട് സോ പ്രൊഡക്റ്റീവ്, ബട്ട് ഐ ട്രൈ ടു ബി പ്രൊഡക്റ്റീവ്. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ആക്ച്വലി എനിക്കൊരു പുതിയ ഐഡിയ ഉണ്ട്, അത് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.